സാർ 11 പോർട്ട്ഫോളിയോ ഉണ്ടല്ലേ? അതങ്ങനെ പിന്നെ വിദ്യാഭ്യാസം തന്നെ മറ്റു പല സംസ്ഥാനങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസം, സാങ്കേതിക വിദ്യാഭ്യാസം എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അതെല്ലാം കൂടെ ചേരുമ്പം 10-11 ഉണ്ട്. ഇതിൽ ഏറ്റവും കഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഒരുപാട് സമയം ചെലവഴിക്കേണ്ടി വരുന്ന വകുപ്പ് ഏതാ? സമയം ചെലവഴിക്കേണ്ടി വരുന്നത് പൊതുവിദ്യാഭ്യാസം തന്നെയാണ്. ഇതെല്ലാം യഥാർത്ഥത്തിൽ പാർട്ടി തീരുമാനമാണ്. അടിസ്ഥാനപരമായി വകുപ്പുകളിൽ ഏതാണ് ആർക്ക് താല്പര്യം എന്നുള്ളൊരു ചർച്ച സാധാരണ പാർട്ടി നടക്കാറില്ല. അപ്പോൾ മത്സരിക്കുന്ന ഘട്ടം മുതൽ ഇത് വേണ്ടതുണ്ടോ എന്നുള്ള സംശയമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായത്. മന്ത്രിയാകുന്ന കാര്യത്തിലും എന്നെക്കാളും യോഗ്യതയുള്ള പലരും മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടാൻ പാർട്ടിയിലുണ്ട് എന്ന സത്യസന്ധമായ ബോധമാണ് എനിക്കുള്ളത്. പിന്നെ മന്ത്രിയാകണം എന്ന് പാർട്ടി പറഞ്ഞു, ഈ വകുപ്പുകൾ എടുക്കണമെന്ന് പറഞ്ഞു, അതെടുത്തു എന്നുള്ളതല്ല. അതിപ്പം എനിക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന വകുപ്പുകളിൽ ഇതും പെടും എന്നുള്ള അർത്ഥത്തിൽ. ഇപ്പോൾ ഈ എൻട്രൻസ് എക്സാമിനേഷൻ കഴിഞ്ഞ പശ്ചാത്തലത്തിൽ അതിൻ്റെ ഒരു ഇപ്പോൾ ഫീസിൻ്റെ ഒക്കെ കാര്യം കഴിഞ്ഞ കൊല്ലം അതിൻ്റെ ഒരു ഡിസിഷൻ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ കൊല്ലം സാറേ തോന്നുന്നു എന്താ സാറിന് അതിനോടൊരു? ഇതിനകത്ത് ഇപ്പോൾ പറയുമ്പം ആള് ഖേദിച്ചിട്ട് കാര്യമില്ല. ഈ ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് സ്വകാര്യ സ്വാശ്രയ സ്ഥാപനങ്ങളെ ആനയിച്ചു കൊണ്ട് വരുമ്പോൾ, അവർക്ക് അനുമതി കൊടുക്കുമ്പോൾ ഇത് സംബന്ധിച്ച് വ്യക്തമായ വ്യവസ്ഥ ഉണ്ടാക്കണമായിരുന്നു. അന്നുണ്ടാക്കിയില്ല. അതിൻ്റെ കുറ്റം ഇപ്പോഴത്തെ ഗവൺമെൻറ് പുറത്ത് വെക്കുക എന്ന് പറയുന്നത് ചരിത്രബോധമില്ലായ്മയാണ്. പിന്നെ ഇപ്പോൾ കോടതിയിൽ എടുക്കുന്നൊരു സമീപനമുണ്ട്. കോടതികളെ ഒരു കാരണവശാലും വിമർശിക്കാൻ കഴിയില്ല. കോടതികൾ നമ്മുടെ സമൂഹത്തിൽ വളരെ വിലപ്പെട്ട സംഭാവന നൽകുന്നുണ്ട്. പക്ഷേ ഈ സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വിഷയം വരുമ്പോൾ ഗവൺമെൻറ്റിനെ അല്ല ഈ കോടതികൾ ദൗർഭാഗ്യവശാൽ വിശ്വാസത്തിലെടുക്കുന്നത്. സ്വകാര്യ സ്വാശ്രയ സ്ഥാപനങ്ങൾ തീരുമാനിക്കട്ടെ, അതിലെന്തെങ്കിലും അപാകതയുണ്ടെങ്കിൽ ഗവൺമെൻറ് ഇടപെട്ടാൽ മതി എന്നൊരു നിലപാടാണ് കോടതികൾ. അവർക്ക് അവരുടേതായ ന്യായീകരണം ഉണ്ടാവും. അത്തരമൊരു സമീപനം കോടതികൾ എടുക്കുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ കൈകൾ ഫലത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. ആ വളരെ വിഷമകരമായ സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് സ്വകാര്യ സ്വാശ്രയ സ്ഥാപനങ്ങളിൽ കുറച്ച് വ്യവസ്ഥയും വ്യാകരണവും ഉണ്ടാക്കാൻ ഗവൺമെൻറ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നല്ല തോതിൽ വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഭൂരിപക്ഷം സ്വാശ്രയ സ്ഥാപനങ്ങൾ ഇന്ന് ഗവൺമെൻറ്റുമായി സഹകരിച്ച് ഇക്കാര്യങ്ങൾ തീരുമാനിക്കാൻ സന്നദ്ധരായി മുന്നോട്ട് വന്നിട്ടുണ്ട്. അത് ഈ ഗവൺമെൻറ് വിജയമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. കഴിഞ്ഞ തിരക്കെടുപ്പ് നേരത്തിൽ ഞങ്ങൾ ബിഷപ്പ് പൗത്തലിനായിരുന്നു കണ്ടത്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, ക്രിസ്ത്യൻ കുട്ടികൾ ക്രിസ്ത്യൻ സ്കൂളിൽ തന്നെ പഠിക്കണം എന്ന് പറയുന്നൊരു എന്തുകൊണ്ട് അങ്ങനെ ചോദിച്ചെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, മൂല്യാധിഷ്ഠിതമായിട്ടുള്ളൊരു അപ്ബ്രിങ്ങിങ് ഉണ്ടാവാനാണ് ഞങ്ങൾ ഇങ്ങനെയൊരു പ്രസ്താവന ഇറക്കിയതെന്ന്. സാറിന് അതിനിപ്പോൾ എന്തെങ്കിലും മറുപടി പറയാനുണ്ടോ? ആദരണീയനായ മാർ പൗത്തിൽ തിരുമേനിക്ക് എന്തെങ്കിലും മറുപടി പറയണമെന്ന് എനിക്ക് ഉദ്ദേശമില്ല. പക്ഷേ ഇത് സംബന്ധിച്ച് അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസ്താവന, അതിന് അദ്ദേഹം പിന്നീട് നൽകിയിട്ടുള്ള വ്യാഖ്യാനം, ഇതൊക്കെ ഒരുപാട് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതാണ്. അതായത് നമ്മുടെ ഗവൺമെൻറ് സ്കൂളുകളോ മറ്റ് സ്വകാര്യ വ്യക്തികൾ നടത്തുന്ന എയ്ഡഡ് സ്കൂളുകളോ ഒന്നും മൂല്യബോധം സമൂഹത്തിൽ സൃഷ്ടിക്കുന്നില്ല, വിദ്യാർത്ഥികൾ സൃഷ്ടിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ ധ്വനി. അത് തികച്ചും തെറ്റായൊരു പ്രസ്താവനയാണ്. മതങ്ങൾ നമ്മുടെ സമൂഹത്തിൽ മൂല്യം പകർന്നു കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വെച്ചല്ല ചെയ്യുന്നത്. മതങ്ങളും മറ്റ് ജാതി ഉൾപ്പെടെയുള്ള സാമുദായിക സംഘടനകളും അവരുടേതായ സ്വതന്ത്രമായ സന്ദർഭങ്ങളുണ്ടാക്കി, വേദികളുണ്ടാക്കി, അവിടെ വെച്ച് ആ മതത്തിൻ്റെയോ ആ ജാതി സമുദായത്തിൻ്റെയോ ആശയങ്ങളും മൂല്യങ്ങളും പുതിയ തലമുറയിൽപ്പെട്ടവർക്കും പഴയ തലമുറയിൽപ്പെട്ടവർക്കോ കൊടുക്കുക, രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കുന്ന പോലെ. അതും വിദ്യാഭ്യാസവും കൂടി കൂട്ടിയിണക്കുന്നത് ഫ്രഞ്ച് വിപ്ലവ കാലഘട്ടത്തിൽ തന്നെ ഉയർന്നു വന്ന കാഴ്ചപ്പാട് ജനാധിപത്യ കാഴ്ചപ്പാടാണ്. മതവും പിന്നെ ഭരണകൂടവും വെവ്വേറെയാണ്, വിദ്യാഭ്യാസവും മതവും വെവ്വേറെയാണ്. സെക്കുലർ എഡ്യൂക്കേഷനാണ് ഒരു സമൂഹത്തിൽ നൽകേണ്ടത്. ആ കാഴ്ചപ്പാട് മുഴുവൻ തിരസ്കരിക്കുന്ന, ആധുനിക സമുദായം അംഗീകരിക്കാത്ത ഒരു വിദ്യാഭ്യാസ വീക്ഷണമാണ് നിർഭാഗ്യവശാൽ വളരെ പരിചയസമ്പന്നനും പണ്ഡിതനും ഒക്കെയായ പൗത്തിൽ തിരുമേനി പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞിട്ട് പിന്നെ അതിനെ ന്യായീകരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞതിൻ്റെ തെറ്റ് തിരിച്ചറിഞ്ഞ് അദ്ദേഹം അത് തിരുത്തുകയാണ് വേണ്ടത് എന്നാണ് വളരെ വിനയത്തോടു കൂടി അദ്ദേഹത്തോട് പറയാനുള്ളത്. അടുത്ത തസ്തികയാണ് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ. പിന്നെ അതുമാതിരി അവാർഡുകളുടെ എല്ലാ കൊല്ലവും ഒരു അവാർഡ് പറയുമ്പോൾ അതിന് അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ അതിൻ്റെ കൂടെ കുറേ വിവാദങ്ങളുണ്ടാവും. ഈ കൊല്ലം ഉണ്ടായിരുന്നു. നല്ല പടങ്ങളായിട്ടുള്ള കഥ പറയുമ്പോൾ, അടയാളങ്ങൾ നല്ല പടമല്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ കഥ പറയുമ്പോൾ അല്ലെങ്കിൽ അറബിക് കഥ, പിന്നെ പരദേശി, ഇങ്ങനത്തെയൊക്കെ പടങ്ങളും ഉണ്ടായിരുന്നു. സാറിന് പേഴ്സണലി വ്യക്തിപരമായിട്ട് അത് ഒന്നും കിട്ടാതെ പോയതിൽ വിഷമമുണ്ടോ? കായിക മത്സരം നടക്കുമ്പം അതിൻ്റെ വിധി നിർണ്ണയത്തിനകത്ത് വലിയ തർക്കങ്ങൾ ഉണ്ടാവാറില്ല. കാരണം അതിൻ്റെ മാനദണ്ഡങ്ങളെല്ലാം സുവ്യക്തമാണ്. പക്ഷെ ഒരു നൃത്തം അല്ലെങ്കിൽ ഒരു സംഗീതം, ഇതിനെക്കുറിച്ചൊരു തർക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ ഏതാണ് ശരി ഏതാണ് തെറ്റെന്നുള്ളത് അന്തിമമായി നമുക്കൊരു തീരുമാനം പറയാൻ പറ്റില്ല. ഉദാഹരണത്തിന്
ഇത്തവണത്തെ ചലച്ചിത്ര അവാർഡുമായി ബന്ധപ്പെട്ട് ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ സിനിമ ഉണ്ടായിരുന്നു, അതിനെന്തുകൊണ്ട് അവാർഡ് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് ഏറ്റവും കൂടുതൽ ആളുടെ ചോദ്യം ഉന്നയിച്ചത്. ഞാൻ ചോദിക്കുകയാണ്, യേശുദാസ് പാടിയിരുന്നു, യേശുദാസിനെ കിട്ടിയില്ല, യേശുദാസിന്റെ മകനെ കിട്ടിയുള്ളൂ. KS ചിത്ര പാടിയിരുന്നു, എന്നാലും പിന്നെ ശ്വേതയ്ക്കാണ് കിട്ടിയത്. സുജാതയ്ക്ക് ഒരു പക്ഷേ തർക്കം ഉണ്ടാവില്ല, കാര്യം സുജാതയുടെ മകളാണല്ലോ, തനിക്ക് കിട്ടിയില്ലെങ്കിൽ. പക്ഷേ KS ചിത്ര പാടിയിട്ടുണ്ട്. അപ്പം ഇതൊക്കെ എങ്ങനെയാണ് തീരുമാനിക്കുക? അപ്പോൾ എനിക്ക് എൻ്റെ മനസാക്ഷിയോട് നൽകാൻ കഴിയുന്ന ഒരു വിശദീകരണം, ഞാൻ ഒരാൾക്ക് അവാർഡ് കിട്ടണമെന്നോ മറ്റൊരാൾ കിട്ടരുതെന്നോ ജഡ്ജിങ് കമ്മിറ്റിയിൽ ഒരാളോടും പറഞ്ഞിട്ടില്ല. ഞാൻ ചെയ്യേണ്ടതാണ്. പിന്നെ ഇത്തരം സ്വാധീനത്തിനൊന്നും വശംവദരാവില്ല എന്ന് എനിക്ക് ഉറപ്പുള്ള ഒരു കൂട്ടം ആളുകളെയാണ് ജാനു ബറുവയുടെ നേതൃത്വത്തിൽ ഇതേൽപ്പിച്ചത്. കാര്യം അടൂർ ഗോപാലകൃഷ്ണൻ, KP കുമാരൻ തുടങ്ങിയവരുടെയൊക്കെ ചില സിനിമയുണ്ട്, PT കുഞ്ഞുമുമ്പിൻ്റെ സിനിമയുണ്ട്, മറ്റ് പ്രശസ്തരായിട്ടുള്ള പുതിയ തലമുറയിലെയും പഴയ തലമുറയിലെയും ആളുകളുണ്ട്, ശ്രീനിവാസൻ്റെ സിനിമയുണ്ട്. അതുകൊണ്ട് കേരളത്തിൽ നിന്ന് പുറത്തു നിന്നുള്ള അതിപ്രസിദ്ധനായിട്ടുള്ള ഒരാൾ വരട്ടെ എൻ്റെ ജൂറി ചെയർമാനായി. ബാക്കിയുള്ളവരൊക്കെ ഇമ്പക്കബിൾ ഇൻറ്റഗ്രിറ്റി ഉള്ളവരാണ് പരിശോധിച്ചിടത്തോളം. മിക്കവാറും എല്ലാ തീരുമാനങ്ങളും ഒരു കൂട്ടായിട്ട് തന്നെയാണ്, ഒരു കൺസെൻസസിലൂടെയാണ് അവരെത്തിച്ചേർന്നത്. അവരെടുത്ത് തീരുമാനം പ്രഖ്യാപിക്കുക എന്നുള്ളതല്ല എനിക്ക് വേറെ യാതൊരു റോളുമില്ല. ഇതിനപ്പുറം വ്യക്തിപരമായി ഇപ്പം മമ്മൂട്ടിയുടെ ഒരേ കടലിൽ അഭിനയം ഞാൻ കണ്ടതാണ്, വളരെ മികച്ച അഭിനയമാണ്. മോഹൻലാലിൻ്റെ പരദേശിയിൽ അഭിനയം ഞാൻ കണ്ടതാണ്, വളരെ മികച്ച അഭിനയമാണ്. കഥ പറയുമ്പോൾ എന്ന സിനിമയിൽ മമ്മൂട്ടി ചെറിയ ഭാഗമാണെങ്കിൽ പോലും മനോഹരമായി അഭിനയിച്ചിട്ടുണ്ട്. ശ്രീനിവാസൻ ത്രൂ ഔട്ട് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇതിൽ ആർക്കാണ് ഏറ്റവും മികച്ച നടനുള്ള അവാർഡ് കൊടുക്കേണ്ടതെന്നുള്ളത് തീരുമാനിക്കേണ്ടത് ഇതിനകത്ത് വിദഗ്ധന്മാരിരുന്ന് അവർ ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ടാണ്. എനിക്ക് എൻ്റെതായ അഭിപ്രായം ഉണ്ടാവും. അപ്പോൾ മീര ജാസ്മിൻ്റെ പല സിനിമയിലെ അഭിനയം, അതിനകത്ത് ഒരു മത്സരം ഉണ്ടായില്ല. മീര ജാസ്മിനാണ് 1ാം സ്ഥാനം കൊടുക്കേണ്ടതെന്നുള്ളതിനകത്ത് തർക്കമേ ഉണ്ടായില്ല എന്ന് ചിലർ പറയുന്നുണ്ട്. മറ്റു ചിലർ പറയും അതല്ല, മറ്റേ സിനിമയിലെ ഈ കഥാപാത്രം അവരഭിനയിച്ചത് മോശമാകും എന്ന് ചോദിച്ചാൽ ചിലപ്പം വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാവും. ചലച്ചിത്ര അവാർഡിനെ കുറിച്ച് തർക്കമുണ്ടാകാതിരിക്കാനുള്ള ഒരു മാർഗം ഈ അവാർഡ് നിർത്തലാക്കുക എന്നുള്ളത്. അവാർഡ് ഉള്ളിടത്തോളം കാലം തർക്കം ഉണ്ടാവും. പിന്നെ ഒരാൾ എന്നോട് പറഞ്ഞു, ബേബി ഇനി ഒരു കാര്യം ചെയ്താൽ മതി, ഈ അവാർഡെല്ലാം അവരുടെ നിരത്തി വെക്കുക, ആദ്യം വന്ന് വേണ്ടവരെ അവാർഡ് എടുത്തുകൊണ്ട് പോട്ടെ. അതെ, ആ സമ്പ്രദായം സ്വീകരിക്കുന്നതായിരിക്കും നന്നായി. ഇതിനകത്ത് ശ്രീ അടൂർ ഗോപാലകൃഷ്ണത്തെ സമീപനമാണ് എനിക്ക് വളരെയധികം മറ്റു ചിലരും പ്രശംസിച്ചു കണ്ടു. അദ്ദേഹം അയച്ചു. ഇപ്പം സത്യജിത്രയുടെയോ മൃണാൾ സെൻ്റെയോ ഋത്വിക് ഘട്ടക്കിൻ്റെയോ ഒക്കെ സിനിമ വന്നു കഴിഞ്ഞാൽ വേറെ ആർക്കും അവാർഡ് കൊടുക്കാൻ പാടില്ല, നമുക്ക് തീരുമാനിക്കാൻ കഴിയില്ല. അങ്ങനെ ഇപ്പോൾ ഒരു ദിവസം ബാഡ്മിൻ്റൺ കളി കഴിഞ്ഞു, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു, ഞാൻ സാറിൻ്റെ ഒരു യൂഷ്വൽ ഡെയിലി റുട്ടീനിലേക്ക് പോവാണ്. ഇത്രയും തിരക്കിട്ട ഒരു ദിവസത്തിൽ ഇത്രയും സമയം ഞങ്ങൾക്ക് തന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. കൂടുതൽ അറിയാൻ കഴിഞ്ഞതും സാറിൻ്റെ എല്ലാ തസ്തികളെക്കുറിച്ചും ഒരുപാട് നല്ല കാര്യങ്ങൾ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടും സിനിമയ്ക്ക് വേണ്ടിയിട്ടും മറ്റുള്ള എല്ലാ കാര്യങ്ങളും നടക്കട്ടെ വിചാരിച്ചുകൊണ്ട് സാർ നമസ്കാരം. അമൃതയുടെ പ്രേക്ഷകരുമായി കുറേ സമയം ഇങ്ങനെ ചെലവിടാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. അമൃതയുടെ എല്ലാ പ്രേക്ഷകർക്കും എല്ലാ ഭാവങ്ങളും ആശംസിക്കുന്നു. താങ്ക് യു സർ.